ഹായ്. അപ്പോൾ നമുക്ക് നല്ല ശംഖുപുഷ്പം വെച്ചിട്ടേ നല്ല കളർഫുൾ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഒരു കളറിൽ മാത്രമല്ല കേട്ടോ, 2 കളറിൽ ഈ ഡ്രിങ്ക് കിട്ടും. നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കി നോക്കിയാലോ? നമുക്ക് ആദ്യമായിട്ടൊരു ടീ ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ നന്നായി ശംഖുപുഷ്പത്തിന് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് വെള്ളത്തേക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് 2-3 ശംഖുപുഷ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്, പൂവിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ടീ ആയിട്ട് തന്നെ കുടിക്കണമെന്നില്ല കേട്ടോ. നല്ല വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് കുടിക്കാറില്ലേ, അതിലേക്ക് നമുക്കൊരു 5-6 പൂ കഴുകിയിട്ടിട്ടാലും മതി. പഞ്ചസാര വേണമെന്നൊന്നുമില്ല, സാധാ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി വയ്ക്കുമല്ലോ, അതിലേക്ക് ഇതുപോലെ ഇട്ടാലും കളർഫുള്ളായിട്ടുമാണ്. പിന്നെ നല്ല ഔഷധ ഗുണങ്ങളും കിട്ടുമല്ലോ. നോക്കിയേ, ഈ പൂവിട്ട് അത് തിളയ്ക്കുമ്പോഴേക്കും തന്നെ ആ വെള്ളത്തിലുള്ള കളർ മാറി വരുന്നത് കണ്ടോ, ബ്ലൂ കളറ്. എന്ത് രസമല്ലേ ഇത് കാണാൻ. ഇത് ടീ മാത്രമല്ല കേട്ടോ, ജ്യൂസും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അല്ലെങ്കിൽ ഈ വെള്ളത്തിന് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കത് ഐസ് ക്യൂബ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലും നാരങ്ങ പിഴിഞ്ഞിട്ട് ജ്യൂസാക്കിയിട്ട് തണുപ്പിച്ചിട്ടോ ആണെങ്കിൽ ജ്യൂസാക്കിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ ഇതിലുണ്ടല്ലോ, നമുക്ക് മുടിക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വെളിച്ചെണ്ണയിൽ ഈ പൂ കുറച്ചിടുക, നിറയെ വെളിച്ചെണ്ണ എടുക്കരുത്, കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി. നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കുക. എന്നിട്ട് അതിൽ 2-3 പൂവിട്ടിട്ട് അത് തിളപ്പിച്ചും കൊണ്ട് അതിലേക്കാക്കിയാൽ തലയിൽ തേച്ചാൽ നല്ലതാണ്. പക്ഷേ കുറച്ച് ആദ്യം ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ചേരുന്നതാണെങ്കിൽ മാത്രം പിന്നെ ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ വെള്ളം നന്നായി തിളച്ചപ്പോൾ തന്നെ നല്ല കളറ് മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് അരിച്ചിട്ടൊരു ഗ്ലാസ്സിൽ ഒഴിക്കാം. എൻ്റെ കയ്യിലുണ്ടല്ലോ ഈ ഗ്ലാസ് ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഇല്ല, ഇങ്ങനത്തെ പെയിൻറ്റിങ് ചെയ്ത പ്രിൻറ്റ് ചെയ്ത ഗ്ലാസ്സൊക്കെ ഉള്ളൂ. പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടോ ഡിസൈൻ കൊടുത്ത ഗ്ലാസ്സൊക്കെ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഇല്ല. അതിലാണെങ്കിൽ നിങ്ങൾക്ക് കളറ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി എടുത്തറിഞ്ഞേനെ. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് സ്കിന്നിനും വേണ്ടിയിട്ടും നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്രീം മറ്റേ വെളിച്ചെണ്ണയിലിട്ടിട്ട് തന്നെ നമ്മൾ ഈ പൂവിട്ടിട്ട് തിളപ്പിച്ചാൽ അതിൻ്റെ കളർ മാറില്ലേ. ആ വെളിച്ചെണ്ണ നമ്മുടെ ശരീരത്തിൽ തേക്കാം, മുഖത്തിലൊക്കെ തേക്കാം, കൈയും കാലിലൊക്കെ തേക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതും നല്ലതാണ്, നല്ല ഔഷധ ഗുണമുള്ള പൂവാണത്. പിന്നെ നമ്മുടെ ഈ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത്ര ക്ലിയർ ആവണില്ല അല്ലേ ഇത്. പക്ഷെ പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ, വെറും വൈറ്റ് കളർ ഗ്ലാസ് ആണെങ്കിൽ ഇത്രയും കൂടി നന്നായി കാണാൻ പറ്റിയ തന്നെ ഇതിൻ്റെ ഭംഗി. നമ്മുടെ മുടിക്കും ജ്യൂസായിട്ടും ടീ ആയിട്ടും ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ മുടിക്ക് എണ്ണ കാച്ചിയിട്ട് ഉപയോഗിക്കാൻ പറ്റും പറയുന്നുണ്ട്. സ്കിന്നിനും വെളിച്ചെണ്ണയിലൊക്കെ കാച്ചി നോക്കിയിട്ടൊക്കെ ഉപയോഗിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ കുറച്ച് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനും അല്ലെങ്കിൽ മുടിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ചിലവർക്ക് തലനീരിറക്കണമെന്ന് പറഞ്ഞാൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾക്കിതിലേ ഇത്തിരി എപ്പോഴേ കണ്ടത് ബ്ലൂ കളറല്ലേ, നമ്മളിപ്പോൾ ഒരു നാരങ്ങ പൊഴിഞ്ഞിട്ട് ഇതിലൊഴിക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറണുണ്ടോ. ഈ കളർ മാറണത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇതാണ് മാജിക്. നമ്മളൊരു നാരങ്ങ അതിൻ്റെ സൈഡ് ചന്തത്തിനായി വെച്ചിട്ടുണ്ട്. പിന്നെ ആ നാരങ്ങ പൊഴിഞ്ഞപ്പോഴേ അതിലുള്ള കളർ മാറിയത് കണ്ടോ, അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ, എന്തൊരു മാജിക്കാണ്. ഇപ്പോൾ 2 തരത്തിലുള്ള കളറായില്ലേ. നേരത്തെ ബ്ലൂ കളറ്, ഇപ്പോൾ ഇത് വയലറ്റ് കളറ്. 2 കാണാൻ അടിപൊളിയാണ്, ഒരു ലൈറ്റ് കളർ പോലെ.